ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് വീഡിയോ, കുക്കിംഗ് വീഡിയോ എല്ലാതുമായിട്ടാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അച്ഛൻ്റെ ആണ്ടാണ് പിറ്റേ ദിവസം. അപ്പോൾ തലേദിവസം നമ്മൾ ഒരിക്കലെടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അച്ഛന് ബലിയിടാൻ പോകുമ്പോൾ ഹിന്ദുക്കൾക്കൊക്കെ അറിയായിരിക്കും കേട്ടോ, അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ബലിയിടാൻ പോകുമ്പോൾ നമ്മൾ തലേദിവസം നൊയമ്പെടുത്ത്, അതായത് എല്ലാവിടെയും അടിച്ച് തുടച്ച് വൃത്തിയാക്കി കുളിച്ചിട്ടൊക്കെ വേണം ഫുഡ് വെക്കാനായിട്ട്. അപ്പോൾ ചേട്ടന് ബലിയിടാൻ പോണ ആൾക്ക് ചോറ് കൊടുക്കും, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ അതുപോലെ എല്ലാം ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരിക്കലെടുക്കണം. അപ്പോൾ രാവിലെ അരി ഭക്ഷണം കഴിക്കില്ല, അങ്ങനെയുള്ളൂ. രാവിലെയും വൈകുന്നേരം അരി ഭക്ഷണം കഴിക്കാണ്ട് ഉച്ചയ്ക്ക് മാത്രം കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതാ ക്ലീനിങ് പരിപാടി തുടങ്ങിയേക്കാണ്. ക്ലീനിങ് തലേദിവസം അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം അത്യാവശ്യം അല്ലാണ്ട് തന്നെ ഞാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു കിടക്കാനായിട്ട്. അപ്പോൾ അത് കാരണം പിന്നെ പിറ്റേ ദിവസം നമുക്ക് അന്ന് എല്ലാ പണികളും അങ്ങനെ കഴിച്ചിട്ട് കിടക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ പിന്നെ ക്ലീനിങ്ങൊക്കെ തലേദിവസം കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കുളിച്ചും കണ്ടിട്ട് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഡീപ്പ് ക്ലീനിങ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വേഗം എഴുന്നേറ്റ് കണ്ടിട്ട് എല്ലാതും തുടച്ച് ഒന്ന് ക്ലീനാക്കി എടുത്തു. ബാക്കിയുള്ളതൊന്നും നമ്മുടെ ഇവിടെ ഈ മാറ്റ് വിരിച്ചുള്ളത് കാരണം തുടയ്ക്കാനൊന്നും പറ്റില്ല, വെറുതെ അടിച്ച് വാരാനേ പറ്റുള്ളൂ. അത് ഞാൻ തലേദിവസം വൈകുന്നേരം തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അടുക്കള ഫുള്ളായിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തു. ഫുള്ളായിട്ട് തന്നെ അടിച്ചു വാരി തുടച്ച് എല്ലാവിടെയും ഗ്യാസ് അടക്കം എല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ സൺഡേ ആയിരുന്നു തലേദിവസം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് നല്ലോണം തന്നെ ക്ലീനാക്കി. പിന്നെ ഉമ്മറത്തേക്ക് വന്നു. നേരെ നമ്മുടെ ഇറയും ഒന്ന് ക്ലീനാക്കാനാണ്. അപ്പോൾ ചവിട്ടിയിൽ നിറയെ മണ്ണുണ്ടായിരുന്നു. ഈ ചവിട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മുടെ അകത്തേക്ക് മണ്ണ് കയറാത്തത്. അപ്പോൾ നന്നായിട്ട് കുടഞ്ഞ് ആ മണ്ണൊക്കെ കളഞ്ഞു. പിന്നെ കഴുകണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ കഴുകിയിട്ട് ഒരു കാര്യമില്ലല്ലോ, അതുപോലെയാണല്ലോ മഴ. അപ്പോൾ അത് മടക്കി കണ്ടിട്ട് വെച്ചു. പിന്നെ വേഗം പൈപ്പ് എടുത്ത് കൊണ്ടുവന്നും കണ്ടിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കേട്ടോ. അപ്പം നമ്മുടെ ആ ബ്രഷ് വെച്ചിട്ട് അടിച്ച് കഴുകാൻ നല്ല എളുപ്പമാണ്. ഒരു ഭാഗം അതിൻ്റെ ബ്രഷും ഒരു ഭാഗം വൈപ്പറാണ്. പൂർണിമ അതൊന്ന് അടുത്ത് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ വിട്ടുപോയിട്ടോ. ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്നത്, പിന്നെ 2 കുട്ടികൾക്ക് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ കുട്ടികളുടെ പേരൊക്കെ. പക്ഷെ അതൊക്കെ ഡിലീറ്റ് ആയിപ്പോയി, സോറി, ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ 2 കുട്ടികളുടെ പേരാണ് പറഞ്ഞിരുന്നത്, എന്നാലും ഞാനൊരു ഹായ് പറഞ്ഞിരിക്കുന്നു കേട്ടോ. പേര് ഓർമ്മയിൽ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത് ഡിലീറ്റ് ആയിപ്പോയി, അത് കാരണം കൊണ്ടാണ്, ക്ഷമിക്കണേ. അത് കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മുടെ ഇറയൊക്കെ നല്ല ക്ലീനായി. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കാണിക്കുമ്പോഴേക്കും വേഗം അതങ്ങോട്ട് ക്ലീൻ ആയിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് കണ്ടിട്ട് പൈപ്പൊക്കെ തിരിച്ച് അവിടെ കൊണ്ടുവന്നിട്ടു. പിന്നെ അപ്പുറത്തെ സൈഡ് മുറ്റടിക്കാനായിട്ട് അവിടെ കാര്യമായിട്ടുള്ള ഇലകളൊന്നും ഉണ്ടാവില്ല, ഇവിടെ മാത്രമാണ് നല്ല ഇലകൾ ഇങ്ങനെ ഉണ്ടാവുക. ഇരുമ്പുളി ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് അടിച്ച് കളഞ്ഞു. പിന്നെ ആ റോട്ടിലേക്കും നന്നായിട്ട് വീഴും. റോട്ടിൽ പക്ഷേ അടിക്കാനായിട്ട് പോയില്ല, അവിടെ അത്യാവശ്യം പുല്ലുണ്ട്. അവിടുത്തെ പുല്ല് പറിച്ച് കളഞ്ഞിട്ട് വേണം റോഡും കൂടി അടിക്കാൻ. ഇടയ്ക്കൊക്കെ ഒന്ന് അടിക്കണം എന്നുള്ളൂ, അല്ലാണ്ട് ഡെയിലി ഇപ്പോൾ അടിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റാറില്ല. പറ്റുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഡെയിലി എന്താ പറയുക, പറമ്പ് മുഴുവൻ അടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വീട് വെച്ച് ഇങ്ങോട്ട് കയറി വന്നത്. പക്ഷെ അതൊന്നും സാധിക്കാറില്ല. ഈ ബാക്കും ഫ്രണ്ടും മാത്രമാണ് പെട്ടെന്ന് ഒന്നും അടിച്ചിടാറുള്ളൂ. ഇവിടെയും അങ്ങനെ അഴുക്കൊന്നുമില്ല, അങ്ങനെ അധികം മുറ്റടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ ഒന്ന് എന്തായാലും നമ്മൾ അടിച്ചു തുടച്ച് എല്ലാതും ചെയ്യല്ലേ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും ഇരുന്നോട്ടെ, നമ്മൾ ഇനി ഇതായിട്ട് ബാക്കി വയ്ക്കേണ്ട അത് വിചാരിച്ച് അങ്ങനെ അതും അവിടെ ക്ലീനാക്കി. പിന്നെ എന്താ 2 ദിവസം മുന്നേ അങ്ങോട്ട് ക്ലീനാക്കിയിട്ടല്ലോ ഉള്ളൂ. പുല്ലുകൾ തിരീച്ച മുളച്ച് തുടങ്ങിയിട്ടാണ് പുല്ലടിച്ചിട്ട്. ഓൺലൈനിലൊരു കൈക്കോട്ട് പോലത്തെ കിട്ടുമെന്ന് പറയുന്നുണ്ട്, അധികം കനയില്ലാത്തത്, പെട്ടെന്ന് പുല്ല് പോണത്, എന്നാൽ മണ്ണധികം പറഞ്ഞു പോവാത്തതായിട്ട്. അപ്പോൾ അതൊന്നും നോക്കണം എന്തായാലും. ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഒരു പേടി, അത് കാരണം കടയിൽ വാങ്ങിക്കണം നോക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ സാമട്ട് ഇട്ടേക്കണത് കേട്ടോ. പിന്നെ വേഗം വന്ന് വെള്ളം ചൂടാക്കി ഇങ്ങോട്ട് കുളിക്കാൻ. വെള്ളം ചൂടാക്കിയില്ലെങ്കിൽ നീർക്കെട്ട് വരും കേട്ടോ. പച്ചവെള്ളത്തിൽ കുളിക്കാനാണ് നല്ല ഇഷ്ടമാണ് എനിക്ക്. അപ്പോൾ എൻ്റെ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചേട്ടൻ ചായ വെച്ചു. ചായ വയ്ക്കാൻ മാത്രമല്ല എല്ലായിടത്തും സാധനങ്ങളും നിരത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം വന്നും കണ്ടിട്ട് എല്ലാതും അതിൻ്റെ സ്ഥാനത്ത് കണ്ട് തിരിച്ചെടുത്ത് വെച്ചു. അപ്പോൾ തന്നെ അത് ക്ലീനായി. അത്ര വലിയ വൃത്തികേടല്ല, എടുത്തോടുത്ത് വയ്ക്കാത്ത ഒരു കാര്യം മാത്രം. അപ്പം ഞാൻ വേഗം 6:20 കേട്ടോ. 5:15 അങ്ങോട്ട് എഴുന്നേറ്റു, 5:15 5:30 അങ്ങോട്ട് എഴുന്നേറ്റു ഞാൻ. പക്ഷേ ക്ലീനിങ്ങൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും 6:20. ചേട്ടന് 7 മണിയാകുമ്പോഴേക്കും പോകണ്ടേ. ഈ കറിയും ഉപ്പുമാവാണ് വിചാരിച്ചിരിക്കുന്നത്, അത് രണ്ടും ആവണമല്ലോ.
അപ്പോൾ തിക്കും തിരക്കാണ് കേട്ടോ ഇന്ന്. ചേട്ടൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ചേട്ടൻ ഉടായി പഠിച്ച് 2 ഉള്ളി കുത്തി തന്ന് അപ്പുറത്തേക്ക് പോയി ഇപ്പുറത്തേക്ക് പോയി അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഇന്ന് ഞാൻ സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചേട്ടന് ചോറ് കൊടുത്തയക്കാൻ പറ്റില്ല. ഞാനപ്പോൾ ഈ അടിച്ച് തുളച്ചത് ഇതൊക്കെ വെറുതെ ആവും. ഒരിക്കലും എടുക്കുന്ന ആൾക്ക് നമ്മൾ ഫുഡ് കൊടുത്താലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ സാമ്പാറും കൊള്ളി അതായത് കപ്പ ഉപ്പേരിയും ഉപ്പുമാവുമാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ തലേദിവസം സാധാരണ പരിപ്പൊക്കെ വേവിച്ചിടാറുണ്ട്. ഇന്നത് സാധിച്ചില്ല. പിന്നെ അതിൽ ഒരിക്കലെടുക്കുമ്പോൾ നമുക്കത് പറ്റില്ലല്ലോ. ചേട്ടൻ എന്താ ചായ എടുത്ത് പോയി. എനിക്ക് ചായ എടുത്ത് കൊണ്ട് കുടിക്കാനിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ വേഗം പരിപ്പും മത്തങ്ങയും പച്ചമുളകും കൂടി ഞാൻ അടുപ്പത്തിട്ടു. അതുപോലെ തന്നെ കൊള്ളി ചേട്ടൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും. അപ്പോൾ അതും കൂടി വേഗം മറ്റേ കുക്കറിലും കൂടി ഇട്ടിട്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വേവിക്കാനായിട്ട് വെച്ചു. രണ്ടിലും തിളപ്പിച്ച വെള്ളമാണ് എടുത്ത് ഒഴിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുക്കിംഗ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു പൊടിക്കൈകളൊക്കെ ഉപയോഗിക്കാം അല്ലേ. അപ്പം അങ്ങനെ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്ത് കുടിച്ചു കണ്ടിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് ചേട്ടനോട് വർത്തമാനം പറയാനായിട്ട് വന്നിരുന്നു. കുറച്ച് നേരം ഒന്ന് എനിക്ക് രാവിലെ റിലാക്സ് ചെയ്യണം, എന്നാലാണ് ഒരു ഉഷാറുണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അയ്യോ ഞാൻ ചായ കുടിക്കുക ഇരുന്നില്ലല്ലോ എനിക്ക് ചായ കുടിക്കുക അങ്ങനെ ഒരു മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ. 2 മിനിറ്റ് ഒന്ന് എനിക്ക് ഇരിക്കണം കേട്ടോ. അപ്പം അങ്ങനെ അപ്പം അത് അടുപ്പത്ത് ആ വേവണ ഒരു സമയം എന്തായാലും കിട്ടുമല്ലോ, ഒരു 2-3 മിനിറ്റൊക്കെ, ഒരു 5 മിനിറ്റ് എന്തായാലും കിട്ടും. അപ്പം അങ്ങനെ വന്നിരുന്ന് ചായ കുടിച്ചു. എന്തൊക്കെയോ വിശേഷം പറയുമായിരുന്നു പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ. അത് ഓർമ്മയില്ല കേട്ടോ. ഞാൻ വോയിസ് കളയുന്നത് എന്താ വെച്ചാൽ ഫാൻ തിരിയണ ശബ്ദം അതും ഇതൊക്കെ ഉണ്ടാകുമ്പോൾ അത്ര രസം ഉണ്ടാവില്ല കേൾക്കാൻ. അതുകൊണ്ടാണ്. ചേട്ടൻ്റെ ഇപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇരുന്ന് ചായ കുടിച്ചു. അങ്ങനെ നോക്കിയപ്പോഴുണ്ടാ കുറച്ച് നാളായിട്ട് ഞാൻ സാമ്പാർ വെച്ചിട്ട്. അപ്പോൾ സാമ്പാറിന് പുളി കാണാനില്ല. പുളി ഉണ്ടായിരുന്നു, ആദ്യത്തെ എടുത്ത് കഴിച്ചോ ചമ്മന്തി അരച്ചോ എന്നൊന്നും അറിയില്ല. അപ്പം എൻ്റെ മനസ്സിലത് ഉണ്ടെന്നായിരുന്നു. അപ്പോൾ കാണാനില്ല. അപ്പോൾ വേഗം പോയി ചേച്ചിയുടെ അവിടെ നിന്ന് കുറച്ച് പുളി മേടിച്ചുകൊണ്ട് വന്നു കണ്ടിട്ട് വേഗം പുളി പിഴിഞ്ഞൊഴിക്കാനാണ് കേട്ടോ. അപ്പോഴേക്കും കുക്കറൊക്കെ വിസിലടിച്ചിട്ട് നല്ല ഉഷാറായി അവിടെ കിടന്ന് വിസിലടിക്കുന്നുണ്ട്. ഞാൻ പുളീന് ഇത്തിരി ചൂടുവെള്ളം തന്നെ ഒഴിച്ച് കുതിർത്താനായിട്ട് വെച്ചു. ചേട്ടൻ വെള്ളം കൊണ്ടുവരാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട് കുടത്തിൽ. പിന്നെ വെള്ളം ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ചേട്ടൻ ഡാൽഡയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ബിരിയാണി കിറ്റിൽ ഉണ്ടായിരുന്നതാണ്. അത് ഞാൻ ബിരിയാണിയിൽ ഞാൻ നെയ്യ് മാത്രം ഒഴിച്ചുള്ള ഡാൽഡ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിന് ഞാൻ ഡാൽഡ എടുത്തു, അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു, വറ്റൽമുളകൊക്കെ ഇട്ടു. പിന്നെ വല്ലാണ്ട് ആർഭാടമൊന്നും ഇന്നത്തെ ഉപ്പുമാവിനില്ല. പച്ചമുളക് ഇത്തിരി കൂടുതലുണ്ടെന്നല്ലാണ്ട് ചേട്ടൻ ഉള്ളി കുത്തി തരികയാണ് കേട്ടോ. പിന്നെ റവ ഞാനൊന്ന് അരിച്ചെടുത്തു. വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ടിരിക്കുന്ന റവയാണ്, അത് കാരണം വേഗം ഒന്ന് അരിച്ചെടുത്തു. വറുത്ത റവ തന്നെയാണ്, എന്നാലും അതിൽ കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി വറുത്തെടുക്കും. അപ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഉപ്പുമാവ്. പിന്നെ ഞാൻ അതിൻ്റെ മേലെ നിൽക്കണ വെള്ളമാണ് ഒഴിക്കുക. അപ്പോൾ എത്ര ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കും ഈ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ അടിപൊളി. ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിടാം കേട്ടോ. എൻ്റെ കയ്യിൽ അതൊന്നും ഈ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ട് ഞാനതൊന്നും ഇട്ടില്ല. അപ്പോൾ റവ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കാരണം ഞാനൊന്നും കഴിക്കാൻ നിന്നില്ല. സാമ്പാറിൻ്റെ പരിപ്പ് വെന്തു, പക്ഷേ കപ്പ റെഡി ആയിട്ടില്ല. എന്താ വെച്ചാൽ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, അത് കാരണം കൊണ്ട് അങ്ങോട്ട് വിസിലടിച്ചിട്ടില്ല. ഞാൻ പിന്നെ സാമ്പാറിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കണ്ടേ, അതരിഞ്ഞെടുക്കാനാണ്. പിന്നെ എടുത്ത് വയ്ക്കാനുള്ള സാധനങ്ങൾ വേഗം അപ്പം തന്നെ അതിൻ്റെ അടുത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. നിറയെ സാധനങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്, അത്യാവശ്യം നിറയെ സാധനങ്ങൾ ഉണ്ട്. ഞാൻ എപ്പോൾ സാമ്പാറിന് കഷ്ണങ്ങൾ വാങ്ങിച്ചാലും അതിൻ്റെ പകുതീശം അവിടെ എടുത്തേക്ക് വിട്ടാൽ വെച്ചാൽ ഒരു സാമ്പാറും കൂടി വെക്കാനായിട്ട്. പക്ഷേ ഈ പ്രാവശ്യം മത്തങ്ങ ഉണ്ടായിരുന്നു, പക്ഷേ കുമ്പളങ്ങ വെണ്ടയ്ക്ക നമ്മൾ വാങ്ങിച്ചില്ലല്ലോ. തലസം തന്നെ ഞാൻ പൊട്ടിച്ച് വയ്ക്കുന്നത് കണ്ടില്ലേ. പിന്നെ ഞാൻ കുമ്പളങ്ങ കൊണ്ടുണ്ടായിരുന്നു, അതിൻ്റെ അരുമൂലൊന്നും കൊള്ളില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ച് കളഞ്ഞ് വന്നപ്പോഴേക്കും അത്യാവശ്യം കളയേണ്ടി വന്നു. പിന്നെ ഇനിയൊരു സാമ്പാറിനുള്ളതൊന്നും അതിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ അല്ലാതെ അതിലിട്ടു. ശ്രീകുട്ടനായത്തിനൊന്നും അങ്ങനെ കഴിക്കില്ല കഷ്ണങ്ങൾ. ആദ്യത്തെ കുമ്പളങ്ങ കഴിക്കും, ശ്രീരാഗ് കഴിക്കുന്നത് മുരിങ്ങയ്ക്ക മാത്രമാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ മുരിങ്ങയ്ക്ക നല്ലോണം ഇടും സാമ്പാറിൽ, കുമ്പളങ്ങയും അത്യാവശ്യം ഇടും കേട്ടോ. കുമ്പളങ്ങ ശരിക്കും ഇടാൻ പാടില്ല എന്ന് പറയുക, സാമ്പാർ പച്ചളം ചുവയ്ക്കുന്നതാണ് പറയുക കേട്ടോ. പക്ഷേ എനിക്ക് കുമ്പളങ്ങ ഇടുന്നത് ഇഷ്ടമാണ്, ആദ്യത്തിനും ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് ഞാൻ കുമ്പളങ്ങയും കൂടി ഇടും. ഇപ്പോൾ ഇന്ന് അത്ര വലിയ കഷ്ണങ്ങളൊന്നുമില്ല. തക്കാളി, വെണ്ടക്കായ, കുമ്പളങ്ങ, മത്തങ്ങ, പച്ചമുളക് ഇത്തിരി കൂടുതൽ കീറിയിട്ടാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിനതിൻ്റെ ഇടയിൽ ഒന്ന് ചൊടി പോരാന്നുണ്ടെങ്കിൽ അതൊന്ന് കടിക്കാനും കൂടി പറ്റും കേട്ടോ.
എനിക്ക് സാമ്പാറിലത്തെ വറ്റൽമുളകും പച്ചമുളകും അതുപോലെ മുട്ടയിലത്തെ പച്ചമുളക് കഴിക്കാൻ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ മോരിലിട്ട പച്ചമുളക് ഇഷ്ടമാണ്, പക്ഷേ നല്ല എരിവ് പാടില്ല, കുറച്ചധികം നേരം ഇട്ടിരിക്കണം കേട്ടോ, എന്നാലാണ് ആ ഒരു ടേസ്റ്റ് വന്ന് എരിവൊക്കെ മോരിലേക്ക് ഇറങ്ങുള്ളൂ. ചേട്ടനോട് ഞാൻ മത്തങ്ങ ബാക്കി വന്നത് അതിൻ്റെ ആ ഒരു അരിയൊക്കെ കളഞ്ഞിട്ട് ഒരു ബോക്സിലിട്ട് വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചീഞ്ഞു പോയില്ലേ. അപ്പോൾ അത് കാരണം അതൊരു ബോക്സിൽ എടുത്ത് വെച്ചു. എനിക്ക് അപ്പോഴേക്കും അവിടെ പരിപ്പൊക്കെ വെന്ത് കിട്ടി. ഞാൻ സാമ്പാറിൻ്റെ പരിപാടി തുടങ്ങി. കൊള്ളി ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ കൊള്ളിയിൽ വിസിലടിക്കാണ്ട് കണ്ടപ്പോൾ ഞാൻ വേഗം പരിപ്പ് കുഞ്ഞു കുക്കറിൽ നിന്ന് മാറ്റി എടുത്തിട്ട് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ടിട്ട് വേഗം അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് സാമ്പാർ കൊടുത്തയക്കാമല്ലോ. ചേട്ടൻ പറയും ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ, പക്ഷേ നമ്മൾ ഈ പടഞ്ഞുണ്ടാക്കിയിട്ട് പിന്നെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമില്ല കേട്ടോ, ദേഷ്യം വരും. അപ്പം ഞാനത് കാരണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പച്ചമുളക് പരിപ്പിലിട്ടപ്പോൾ കീറിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കാരണം വീണ്ടും ഒരു 4 കൂടി എടുത്ത് കീറി ഈ കഷ്ണത്തിലും കൂടി ഇടാമെന്ന് വെച്ചു. ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളി പിഴിഞ്ഞ് വെച്ചു, അത്രയും ഉള്ളൂ. ബാക്കി സാമ്പാർ പൊടി ഞാൻ ഇട്ടില്ല കേട്ടോ, എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനാണ് വെച്ചിരിക്കുന്നത്. അടി സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഉപ്പുമാവ് ഇതാ റെഡിയായി, നിറയെ കറിവേപ്പിൽ നിറയെ പച്ചമുളകാണ് കേട്ടോ, പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കുത്തി പൊടിച്ച് അവിടെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ചേട്ടൻ്റെ ആവശ്യത്തിന് കഴിക്കാമല്ലോ. പിന്നെ കുറച്ച് ബീൻസ്, കായ, പിന്നെന്താ കറിവേപ്പിലൊക്കെ ഉണ്ട്. ഇതൊക്കെ അതാത് സ്ഥാനങ്ങളിൽ വെക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇനി സമയമില്ല കേട്ടോ. ഞാൻ വേഗം അതെടുത്തിങ്ങോട്ട് കവറിൽ കെട്ടി എടുത്തു വെച്ചു. ഇനി പിറ്റേ ദിവസമോ അല്ലെങ്കിൽ വൈകുന്നേരം വന്നിട്ടോ അങ്ങനെയൊക്കെ അത് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ കെട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചു. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പോവുകയോ അല്ലെങ്കിൽ ആകെ നനയുകയോ അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അത് കാരണം ചേട്ടൻ ബാക്കിയുള്ള ചായയും കൂടി എടുത്ത് ഉപ്പുമാവ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ചേട്ടൻ കഴിക്കും, ചോറാന്ന് വെച്ചാൽ ചേട്ടൻ കഴിക്കില്ല കേട്ടോ. ആദ്യത്തിനും അങ്ങനെ തന്നെയാണ്, എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റാണ് അവരുടെ ഒരു ഇഷ്ടം. എനിക്ക് ശ്രീകുട്ടന് മാത്രമാണ് ഈ ചോറിനോട് വല്ലാണ്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ബോറടിക്കേണ്ട കൂട്ടുകാർക്ക്. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ അധികം നേരം കൂട്ടുകാരോട് സംസാരിക്കണമെന്ന്. 11 മിനിറ്റ് ആയിട്ടുള്ളൂ അല്ലേ. ആളിത് അപ്പം തന്നെ എടുത്ത് ടേസ്റ്റ് നോക്കാണ്. പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൊള്ളിയിൽ ഉള്ളി ചതച്ച് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ ചേട്ടന്, വെള്ളി വീടിനിടയ്ക്ക്. ഇപ്പം നമ്മുടെ ശബ്ദം കൊടുക്കുന്ന നേരം അത്യാവശ്യം 10-11 മണി നേരം ആയതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. അതിൻ്റെയാണ്. അത് വീഡിയോയിലൊക്കെ അടിച്ചിട്ട് അരച്ചിട്ടേ അരിക്കും, അങ്ങനെയാണ് അവർ ചെയ്യണത്. അതാണ് ഞാനത് വേണ്ടെന്ന് വെച്ചിട്ട്. എന്ത് വിശേഷം പറഞ്ഞതെന്നറിയോ, നമ്മുടെ സൂപ്പ് ഉണ്ടാക്കിയില്ലേ നമ്മൾ ചിക്കൻ കൊണ്ട്, അപ്പോൾ അതിൽ നിറയെ കടിക്കുക അത്ര ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടില്ലേ, അപ്പോൾ അതാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു മറ്റുള്ളടത്ത് ഹോട്ടലിലായാലും നമ്മുടെ യൂട്യൂബിലൊക്കെ കാണിക്കുന്നത് അതൊക്കെ അരിച്ചിട്ട് ഒഴിക്കുന്നതാണ്. അപ്പം ഞാൻ ഒരു നാടൻ റെസിപ്പി അല്ലേ, അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്കതൊക്കെ റെഡിയാക്കാം. അപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ റെഡിയായി. അത് ഞാൻ ഊറ്റി അതിലത്തെ വെള്ളം കളഞ്ഞു വെച്ചു. പിന്നെ വേഗം അടുത്ത് ചീനിച്ചട്ടി ഞാൻ അപ്പോഴേക്കും വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ഉള്ളിയൊക്കെ ഒരുവിധം മൊരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം കളയണ്ടെന്ന് വെച്ചിട്ടാണ് വേഗം കുറച്ച് മഞ്ഞൾപ്പൊടിയും മറ്റേ കുത്തുമുളകും കൂടിയും ഇട്ട് കൊടുത്തു. അതൊന്ന് മൂപ്പിക്കുക, അത്രേ ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ അതവിടെ മൂക്കണേൻ്റെ ഇടയിൽ, മുളക് മൂക്കണേൻ്റെ ഇടയിൽ നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ റെഡിയായി. അപ്പം ഞാൻ പരിപ്പ് വലിയ കുക്കറിലേക്ക് ഇട്ടു. എന്ന് വെച്ചാൽ രണ്ടും കൂടി മിക്സ് ചെയ്യാൻ വലിയ കുക്കർ എന്തായാലും വേണം. അതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി. അതിലേക്ക് വേഗം അത് ഇടാമല്ലോ. പിന്നെ വേഗം കഷ്ണങ്ങൾ ഇട്ടു കേട്ടോ. പാകത്തിനുള്ള വെള്ളം റെഡിയാക്കി വെച്ചു. ഇനി അതവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിമുളകൊക്കെ നന്നായിട്ട് മൂത്തു. നമ്മുടെ കപ്പ റെഡിയാക്കിയത് അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ. എനിക്ക് ചായക്ക് കഴിക്കാനാണ് കേട്ടോ കൂടുതലിഷ്ടം കൊള്ളി ഉപ്പേരിയൊക്കെ. അപ്പോഴേക്കും കൊള്ളി ഉപ്പേരിയൊക്കെ റെഡിയായി. സാമ്പാറും ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊന്ന് വറുത്തിടുക വേണ്ട കേട്ടോ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത്തിരി ഉലുവിട്ട് പൊട്ടിച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ ഇട്ട പരിപാടി കഴിഞ്ഞു. മല്ലിയില ഉണ്ടായിരുന്നില്ല, ഒരിത്തിരി മല്ലിയില നമ്മുടെ മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അത് കൊണ്ടൊന്ന് പൊട്ടിച്ച് ഒന്ന് കുരുവിനെ അരിഞ്ഞതിലേക്ക് ഇട്ടു കേട്ടോ. അങ്ങനെ സാമ്പാറിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഈ സാമ്പാർ എനിക്ക് ഇന്നത്തെ സാമ്പാർ നല്ല ഇഷ്ടമായി കേട്ടോ. വേഗം ചേട്ടൻ ചോറ് പകർത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് കുറവുണ്ടോ എന്ന് ചോദിച്ചാണ്. ചേട്ടൻ പറഞ്ഞു ഉപ്പ് കുറവുണ്ടെന്ന് കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഉപ്പ് കുഴപ്പമില്ല. എപ്പോഴും ഇത്തിരി ഉപ്പ് കുറവ് തന്നെയാണ് ഞങ്ങളോട് വയ്ക്കുക. എന്താ വെച്ചാൽ ചേട്ടന് പ്രഷറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പ് ഇത്തിരി കുറച്ച് വേണമല്ലോ. പിന്നെ അതല്ല, ഇവർ അങ്ങനെ അമ്മയ്ക്ക് ചെറുപ്പത്തിലേ തുടങ്ങി പ്രഷർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് തന്നെയാണ് ശീലിച്ചിട്ടുള്ളത്. ചോറിൽ ഉപ്പിടില്ല കേട്ടോ. പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം ശ്രീകുട്ടൻ്റെ കൂടെ വന്നപ്പോൾ
ഞാൻ പച്ചക്കറിയൊക്കെ പിറ്റേ ദിവസമല്ല അന്ന് തന്നെ വൈകുന്നേരം കേട്ടോ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം വൈകുന്നേരമാണ് ഞാനും ചേട്ടനും കൂടി അതൊക്കെ ഇരുന്ന് ക്ലീൻ ആക്കേണ്ടത്. കായ ഇത്തിരി ഭംഗിയോറുമുണ്ടെന്നുള്ള അടിപൊളിയായിരുന്നു. എല്ലാതും അരിഞ്ഞ് വെക്കേണ്ടതൊക്കെ അരിഞ്ഞ് വെച്ചു, അല്ലാത്തതൊക്കെ അങ്ങനെയും വെച്ചു, ഉള്ളിയൊക്കെ നന്നാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞാൻ അടുത്തൊരു വീഡിയോ വെള്ളിയാഴ്ച വരാം. അപ്പോൾ ഓക്കെ, ബൈ.